റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് BS6 വണ്ടികളിലെ റിലേ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ആണിത്. ഹായ് എവരിവൺ, ഞാൻ വിഷ്ണു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായി നമുക്ക് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ടൂൾ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇലക്ട്രിക്കൽ ആൻഡ് ടൂൾ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നതാണ് റിലേ യൂണിറ്റ്, പിന്നെ വരുന്നതാണ് മെയിൻ ഫ്യൂസ് യൂണിറ്റ്, പിന്നെ കാണിച്ചിരിക്കുന്നതാണ് ECU അഥവാ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്, പിന്നെ കാണിച്ചിരിക്കുന്നതാണ് RR യൂണിറ്റ് അഥവാ റെഗുലേറ്റർ ആൻഡ് റെക്ടിഫയർ യൂണിറ്റിന്റെ കപ്പാസിറ്റർ ആണത്, പിന്നെ വരുന്നത് ഇൻഡിക്കേറ്ററിന്റെ ഫ്ലാഷർ. ഇതിൽ നമുക്ക് വേണ്ടത് റിലേ യൂണിറ്റ് ആണ്. റിലേ യൂണിറ്റ് ഒരു റബ്ബർ സ്ലീവ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ബാക്കിലൂടെ കൈയിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്കും പുറത്തെടുക്കുമ്പോൾ ഒരു 5 റെക്റ്റാങ്കുലർ ബ്ലോക്സ് കാണാം. ഈ 5 റെക്റ്റാങ്കുലർ ബ്ലോക്സ് ആണ് റിലേസ്. ഓരോ റിലേസിനും ഓരോരോ ഫങ്ഷൻസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. റിലേസ് എല്ലാം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സോക്കറ്റിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ റിലേസും 5 പിൻ റിലേസ് ആണ് വരുന്നത്. റിലേസിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻ സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് യാതൊരു കുഴപ്പവും വരുന്നില്ല. പിന്നെ റിലേസ് തിരിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്ക് ഓരോ റിലേസും എന്തിനൊക്കെ വേണ്ടിയാണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നതാണ് സൈഡ് സ്റ്റാൻഡ് റിലേ. സൈഡ് സ്റ്റാൻഡ് റിലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻസർ വർക്ക് ആവത്തില്ല. അതുപോലെ തന്നെയാണ് ബാക്കി റിലേസും. സെൽഫ് സ്റ്റാർട്ടിൻ്റെ റിലേ കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് വർക്ക് ആവത്തില്ല. അതുപോലെ തന്നെയാണ് ഹെഡ്ലൈറ്റിൻ്റെ റിലേയും. ഹെഡ്ലൈറ്റിൻ്റെ റിലേ കംപ്ലൈൻ്റ് ആയാൽ ഹെഡ്ലൈറ്റും വർക്ക് ആവത്തില്ല. അടുത്തതായി പറയാൻ പോകുന്നത് 2 ഇമ്പോർട്ടൻറ്റ് റിലേസിനെ കുറിച്ചാണ്. ഇതിൽ ആദ്യം വരുന്നത് ഫ്യൂവൽ പമ്പ് റിലേ ആണ്. ഫ്യൂവൽ പമ്പ് റിലേക്ക് കംപ്ലൈൻ്റ് ആയാൽ ഫ്യൂവൽ പമ്പ് വർക്ക് ആവത്തില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിലേ ആണ് മെയിൻ പവർ സപ്ലൈ റിലേ. മെയിൻ പവർ സപ്ലൈ റിലേ അല്ലെങ്കിൽ ഫ്യൂവൽ പമ്പ് റിലേ കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഓടത്തില്ല. നമ്മൾ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന ഫ്യൂവൽ പമ്പ് റിലേ, അതുമല്ലെങ്കിൽ മെയിൻ പവർ സപ്ലൈ റിലേ, അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ടൈമാണ് റൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ റിലേ, ഇവ ഏതെങ്കിലും കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് സ്റ്റാൻഡ് റിലേ, അതുമല്ല നമുക്ക് സെൽഫ് സ്റ്റാർട്ടിൻ്റെ റിലേയുമായി മാറ്റി കണക്ട് ചെയ്ത് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയും പിന്നീട് ആ ഒരു ഫോൾട്ട് റിലേ ഷോറൂമിൽ ചെന്ന് മാറ്റിയെടുക്കാവുന്നതുമാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.